ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം ഏകാദശസ്കന്ധം 25-ാമത്തെ അധ്യായം. അതിൽ ഗുണവൃത്തികളെ കുറിച്ചാണ് പറയണത്. ചിത്തവൃത്തികളാണ് നമ്മളെ അതും ഇതും ഒക്കെ ആക്കി തീർക്കുന്നത്. ശരീരലബ്ധി പോലും ചിത്തവൃത്തികളാണെന്നാണ് പറയുന്നത്. ഇവിടെ ജീവിക്കാനുള്ള പ്രേരണ അത് ചിത്തവൃത്തിയാണ്. അതേപോലെ മുക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നത് അത് ചിത്തവൃത്തിയാണ്. ഇതൊക്കെ വരുന്നത് സത്വരജ സമോ ഗുണങ്ങളാണ്. അപ്പോൾ ചിത്തത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ആത്മബോധം ഉണ്ടാവും. സാത്വിക ഭാവത്തെ, നന്മയെ വളർത്തിക്കൊണ്ട് ശാന്തം എന്നുള്ള ഭാവത്തിൽ ജീവിക്കുകയാണെന്ന് വെച്ചാൽ ഈ എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിൽ ക്രമേണയായിട്ടല്ല, എല്ലാ നന്മകളും ഉണ്ടാക്കിയെടുക്കണം നമ്മൾ. അതേപോലെ അന്യരെ ബാധിക്കുന്നത്, ഇപ്പം നമ്മൾ സാത്വികനായി എന്ന് കൂട്ടുക, അന്യരെ ബാധിക്കുന്നത് രജോ ഗുണം കൊണ്ട് ഈ സ്വാർത്ഥം, അതേപോലെ അതികഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കാമലോഭാദികളെ ആശ്രയിച്ചു കൊണ്ട് ഇങ്ങനെ ജീവിക്കുക, പരസ്പരം ഇങ്ങനെ മത്സരിക്കുക, വീര്യശൗര്യങ്ങൾ ഇങ്ങനെ പ്രവർത്തിപ്പിക്കുക, അതൊക്കെ നമ്മളിങ്ങനെ മാറി നിന്ന് വീക്ഷിക്കുക. അതൊക്കെ രജോ ഗുണം കൊണ്ടാണ്. വിഷയഭോഗം, കാമം കൊണ്ട് അതിങ്ങനെ ഉണ്ടാക്കുക, അനുഭവിക്കുക, ഉണ്ടാക്കുക, അനുഭവിക്കുക, അങ്ങനെ മാറി നിന്നിട്ട് വീക്ഷിക്കുക. അതേപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് തമോ ഗുണം കൊണ്ട്. നേരത്തെ ഘോരമായിട്ടാണെങ്കിൽ ഇപ്പോൾ ആലസ്യമായിട്ടാണ്. മൗഢ്യം, മൂഢത, വിവരക്കട, ശുദ്ധ വിവരക്കട. അതങ്ങനെ ആലസ്യമായിട്ടും വിഷാദമായിട്ടും ഉറക്കായിട്ടും കലഹമായിട്ടും ക്ഷീണമായിട്ടും ഹിംസയായിട്ടും അന്യനെ പേടിപ്പെടുത്തുക, സ്വയം പേടിക്കുക, ഒരു കാര്യമില്ലാതെ കണ്ട് ഈ വായാടിത്തം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക, കേമത്തം സ്വയമേവ പറഞ്ഞു നടക്കുക. അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജന്മം നഷ്ടമാവും. ഇതൊക്കെ നമ്മൾ മാറി നിന്ന് വീക്ഷിക്കുക. അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് വെച്ചാൽ ചെയ്തുകൊണ്ടേയിരിക്കുക. നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ ഈ തിന്മകൾ നമ്മളെ ബാധിക്കില്ല. ഈ ഘോരം, മൂഢം അത് നമ്മളെ ബാധിക്കില്ല. തിന്മ, സ്വാർത്ഥം നമ്മളെ ബാധിക്കില്ല. സാമാന്യന 3 ഗുണങ്ങളും എല്ലാവരിലും എന്നും ഉണ്ടാവും. പക്ഷേ അത് സാത്വികത വളർത്തി രജസ്സും തമസ്സും ഒഴിവാക്കാൻ സാധിച്ചു വെച്ചാൽ ക്രമേണയായിട്ട് ഞാൻ ദേഹമല്ല ജീവനാണ് എന്നുള്ള ബോധത്തിൽ നമ്മൾ എത്തും. ഇപ്പം നമ്മൾ പറയണേ ഉള്ളൂ, അവിടേക്ക് എത്തുന്നില്ല. നമുക്ക് എത്താൻ സാധിക്കും എപ്പോൾ? ദേഹബോധത്തെ പോലും മറന്നുകൊണ്ട്. വിശപ്പറിയില്ല, ഉറങ്ങിയില്ല വെച്ചാൽ കുഴപ്പമില്ല. സാധാരണ എല്ലാവരും പറയാറുള്ളൊരു വിഷമാണ്, എനിക്ക് രാത്രി ഉറക്കമില്ല തിരുമേനി, മനസ്സിനൊരു സുഖമില്ല തിരുമേനി. ഇത് ഞാൻ അവരോടും പറയാറുണ്ട്, എനിക്ക് രാത്രി ഉറക്കമില്ല, എൻ്റെ മനസ്സിനും ഒരു സുഖമില്ല. പിന്നെ ഞാൻ അവരെ ഒന്നിങ്ങനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാറുണ്ട്, എനിക്ക് പൈസ കിട്ടിയത് പോരാ, അതുകൊണ്ടാണ് എൻ്റെ മനസ്സമാധാനം ഇല്ലായ്മയ്ക്ക് കാരണം. എന്നെ എല്ലാവരും ബഹുമാനിക്കണില്ല, അതാണ് എനിക്ക് ഉറക്കമില്ലാത്തതിന് കാരണം. അപ്പോൾ ഓരോരുത്തർക്ക് ആഗ്രഹങ്ങൾ ഓരോന്നാവുണ്ടാവേ. നിങ്ങൾക്ക് എന്തുകൊണ്ടാ എന്നുള്ളത് ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല എന്നേ അവർ പറയാറുള്ളൂ. എന്താ കാരണം വെച്ചാൽ അത് മറ്റവനെ അറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ്. അപ്പോൾ അവനവനെ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും, രക്ഷപ്പെടാൻ സാധിക്കും. അവനവൻ്റെ ഈ വീക്ക്നെസ് എന്താണെന്നുള്ളത് അവനവൻ സ്വയം ചിന്തിക്കാം. ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഉറക്കം കിട്ടണില്ല. ഭാഗവതത്തിൽ പിങ്കള പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങി ദത്താത്രേയൻ്റെ ഈ സത്സംഗം കാരണം. ഞാൻ മാത്രമേ ഉറങ്ങാത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങണോ സുഖമായിട്ട്. എന്താ കാരണം? അവർക്ക് ഈ ആഗ്രഹമില്ല, ധനസമ്പാദനം എന്നുള്ള ആഗ്രഹമില്ല. അപ്പോൾ അവർ സുഖമായിട്ട് ഉറങ്ങി. അങ്ങനെ ഓരോന്നിനും നമ്മുടെ വീക്ക്നെസ് എന്താണോ അത് ഭാഗവതത്തിലൊരു കഥയായിട്ട് വന്നിട്ടുണ്ടാവും. അത് ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സമാധാനവും കിട്ടി, ഉറക്കവും കിട്ടി. അപ്പോൾ നല്ലൊരു കൗൺസിലിംഗ് സെൻ്ററാണ് സ്വതേ ഭാഗവതം. പക്ഷേ ഇതിന് നമ്മളിപ്പോൾ ഭാഗവതം സ്ഥിരമായിട്ട് വായിച്ചു, അനവധി കഥകൾ നമുക്ക് അറിയുകയും ചെയ്യാം, നമ്മളത് പറയണമുണ്ട്. എന്നിട്ടും ചിലപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത് ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് ഞാൻ എൻ്റെ എന്ന് കണക്കാക്കുന്നതിന് എന്തെങ്കിലും ഒരു
ന്യൂനത വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ വേവലാതിപ്പെടും. അതാണ് എൻ്റെ ദുഃഖം. അപ്പോൾ ആ വേവലാതി വരുന്നത് എന്തുകൊണ്ട്? അത് ഞാൻ എൻ്റെ എന്ന് കണക്കാക്കൊണ്ടല്ലേ. അത് ഞാൻ ഭഗവാന്റെയാണ് ലോകത്തിൻ്റെയാണ് എന്ന് കണക്കാക്കി എനിക്ക് ദുഃഖമുണ്ടോ? ഈ വേദനയെ മറക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വിഷയത്തെ മനസ്സുകൊണ്ട് ചിന്തിക്കൂ, അതിൽ സുഖിക്കൂ എന്ന് പറയാറുണ്ട്. വേദനയെ മറക്കാൻ ഏറ്റവും നല്ല സൂത്രം അതാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുഖത്തെ അനുഭവിക്കുന്നത് എന്തോ അതിനെക്കുറിച്ച് സ്മരിക്കുക. അതിന് നല്ലതായാലും ചീത്തയായാലും കുഴപ്പമില്ല. ഈ വേദനയെ മറക്കാൻ അത് സാധിക്കും. പിന്നീട് ആ ഇപ്പോൾ വിചാരം, സുഖം തരുന്ന വിചാരം അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് വിശകലനം ചെയ്യുക. നല്ലതാണെന്ന് വെച്ചാൽ എടുക്കാം, ചീത്തയാണെന്ന് വെച്ചാൽ അതിനെ ഉപേക്ഷിക്കുക. അപ്പോൾ ഇത് ധർമാർത്ഥ കാമ മോക്ഷങ്ങൾക്ക് തടസ്സമാകുന്ന രീതിയിൽ ഒന്നും നമ്മുടെ ശരീരത്തിനെയോ മനസ്സിനെയോ സംഘത്തെയോ ബാധിക്കരുത്. നമ്മൾ അവിടെ നിന്നൊക്കെ ഒഴിഞ്ഞു പോകണം. അങ്ങനെ പുരുഷാർത്ഥത്തിന് വേണ്ടിയിട്ട്, മുക്തിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക തന്നെ വേണം. ഒന്ന് കരുതി കൂട്ടിയിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ക്ലേശബുദ്ധിയ സഹിച്ചുകൊണ്ട് തിതിക്ഷാഭാവത്തോട് കൂടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടും അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക തന്നെ വേണം. വേദശാസ്ത്ര പഠനം വേണം, ഗുരു ഉപാസന വേണം, ഈശ്വര വിശ്വാസം വേണം, കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കണം, ആസക്തിയോട് കൂടിയിട്ട് ഒന്നിനെയും സ്വീകരിക്കണ്ട, രജസ്സും തമസ്സും രജോ ഗുണം തമോ ഗുണം ഒഴിവാക്കണം, സ്വധർമ്മം പരിപാലിച്ചു കൊണ്ട് തന്നെ ജീവിക്കുകയും വേണം. അത് പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഫലേച്ഛ കൂടാതെ കണ്ട് കർമ്മം ചെയ്തോളൂ. ലക്ഷ്യം മുക്തിയാവണം. ലോക ഉപകാരാർത്ഥമാവണം നമ്മുടെ എല്ലാ പ്രവൃത്തികളും. അത് ഇങ്ങനെ ഒരു ബിസിനസ് മൈൻഡ് ഉള്ള രീതിയിലാണ് വെച്ചാൽ പറ്റില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. മഹാഗുരുക്കന്മാർ എപ്രകാരത്തിലാണോ അവതാര പുരുഷന്മാരെ പോലും ഉപദേശിക്കുന്നത് അതേപോലെ. ഇപ്പം ശിവപുരാണം എഴുതി കഴിഞ്ഞപ്പോൾ അതിൽ ഉപമന്യു ഒരു മുനികുമാരൻ, അദ്ദേഹമാണ് ശ്രീകൃഷ്ണനെ ഉപദേശിക്കുന്നത്. സാധാരണ ഒരു മുനികുമാരനാണ്. അദ്ദേഹമാണ് ഈ ശ്രീകൃഷ്ണനെ അവതാര പുരുഷനായിട്ടുള്ള പരിപൂർണ തമനെ ഉപദേശിക്കുന്നത്. അപ്പോൾ അത് വല്ലാത്ത അത്ഭുതമാണ്. എത്ര വലിയ പ്രകരണം അറിയോ? അനവധി അധ്യായങ്ങളെ കൊണ്ടാണ്, കുറച്ചൊന്നല്ല. വായവീയ സംഹിതയിൽ അത് വളരെ വിശദമായിട്ട് ഈ ആത്മതത്വം മുഴുവനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശ്രീകൃഷ്ണനാണ് അത് സ്വീകരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഇതിനെ കാണാനായിട്ട്. അതാണ് ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക തന്നെ വേണം. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സാത്വികമാവണം. ധാർമ്മികത എപ്പോഴും കാത്തു സൂക്ഷിക്കണം. സദാസമയത്തും സന്തോഷഭാവത്തിൽ ബ്രാഹ്മണനെ പോലെ ജീവിക്കണം എന്നാണ്. ഇന്നത്തെ ബ്രാഹ്മണൻ അങ്ങനെ സന്തോഷഭാവത്തിലാണ് ജീവിക്കണമെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ ബ്രാഹ്മണ്യം കാത്തു സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് എപ്പോഴും ചിരിക്കുന്ന മുഖം. കുട്ടിക്കാലത്ത് കാണാം, എപ്പോഴും ചിരിക്കുന്നതായിട്ടൊരു ഭാവം കാണാം. അതേപോലെ നമ്മൾ ഈ സാത്വിക ശ്രദ്ധ ഭക്തിയുള്ള ആളുകൾക്ക്, ഭക്തന്മാർക്ക് ഈ ചിരിക്കുന്നൊരു ഭാവം എപ്പോഴും കാണാം. ധനമോഹികൾ തൊട്ടുള്ള ചില ആൾക്കാരുണ്ട്. യശസ് മോഹിക്കുക, ധനം മോഹിക്കുക, അധികാരം മോഹിക്കുക, അങ്ങനെ പലരും. അവർ പുറമേ ചിരിക്കുന്നതായിട്ട് കാണിക്കും, പക്ഷേ ഉള്ളിൽ സന്തോഷമല്ല. പുറമേയും ഉള്ളിലും വാക്കും പ്രവൃത്തിയും ഒരേപോലെ ആവണം. ചിന്ത, വാക്ക്, പ്രവൃത്തി ഒരേപോലെ ആവണം. ഒരു കാര്യം ചിന്തിക്കുക, അത് തന്നെ പറയുക, പറഞ്ഞത് തന്നെ പ്രവർത്തിക്കുക, ഇങ്ങനെ വേണം. അത് സന്തോഷഭാവത്തിലാണെങ്കിൽ അവരാണ് ബ്രാഹ്മണർ, അവരാണ് ഭക്തന്മാർ, അവരാണ് ലോകത്തിന് നന്മ ചെയ്യുന്നവർ. ഏത് ഫീൽഡിലായാലും ശരി, ഇന്ന ഫീൽഡൊന്നുമില്ല. മാഷന്മാരായാലും ശരി, ഭരണകർത്താക്കളായാലും ശരി, എല്ലാവരും ഒരേപോലെയാണ്. പൂജാരി ആയാലും ശരി, തന്ത്രി ആയാലും ശരി, തോണിക്കാരനായാലും ശരി, അത്രയേ ഉള്ളൂ. അതിപ്പോൾ ശൂദ്രപ്രവൃത്തി ചെയ്യുന്നവരായാലും ഈ ഉന്നതം എന്നുള്ള നിലയ്ക്ക് ഭരിക്കുന്നവരായാലും മേശാന്തി ആയാലും അർത്ഥം അതാണ്. കച്ചവടക്കാരായാലും അത് ആ രീതിയിൽ അന്ന്
മനു കൽപ്പിച്ച രീതിയിലാണ് എല്ലാവരും ജീവിക്കുന്നത് എങ്കിൽ ഇന്നും കൃതയുഗം സാധിക്കും. അത് വലിയ അത്ഭുതമാണ്. അതായത് ഇപ്പം നമ്മളൊരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള ജോലികളെ ചെയ്യുന്നു. ഒരാൾ IAS ആണ്, മറ്റാൾ ഡോക്ടറാണ്, മറ്റാൾ വക്കീലാണ്. ഒരാൾക്ക് സാധാരണ കൃഷിയും കാര്യങ്ങളാണെന്ന് കൂട്ടാം. അപ്പോൾ സ്റ്റാറ്റസിന് വലിയ വ്യത്യാസം വന്നു. ഈ സ്റ്റാറ്റസ് കുടുംബത്തിന് വീടിൻ്റെ പുറത്ത്, വീടിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ അച്ഛനും മക്കളുമായിട്ട് മാറി. അച്ഛൻ കർഷകനാണ്, ഏറ്റവും ഒടുക്കത്തെ മകൻ കർഷകനാണ്. അപ്പോൾ അച്ഛനും ഏറ്റവും ഒടുക്കത്തെ മകനും ഈ 3 പേരെയും വല്ലാണ്ട് ബഹുമാനിച്ച് നിൽക്കുന്ന ഒരവസ്ഥ വന്നു വെച്ചാൽ അവിടെ ഏകത ഇല്ല എന്നാണ്. നേരെ മറിച്ച് അച്ഛന് ചെയ്തു കൊടുക്കുന്നത് ഈ കളക്ടറാണെങ്കിൽ, IAS ആണെങ്കിൽ, ഏറ്റവും ഇളയ മകന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഈ ഡോക്ടറോ വക്കീലോ ആണെങ്കിൽ, അച്ഛനമ്മമാർക്ക് ശുശ്രൂഷ ചെയ്യുന്നത് ഈ ഉന്നത ഭാവത്തിലിരിക്കുന്നവരാണെങ്കിൽ, കാരണം അവരെല്ലാ സമയത്തും അവിടെ ഇല്ല, മറ്റുള്ളവരെല്ലാ സമയത്തും അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഭാവത്തിൽ വിനയം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ, അങ്ങനെ വേണം എല്ലാവരും എന്നാണ് ഭാഗവതം പറയുന്നത്. ഒരു ഡോക്ടറുടെ വീട്ടിലൊരു വായനയ്ക്ക് പങ്കെടുക്കേണ്ടതുണ്ട് പണ്ട്, ഒരുപാട് കാലം മുന്നേ. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഡോക്ടർമാരാണ്. അന്ന് ഞാൻ കുട്ടിയാണ്, പക്ഷേ അവരാണ് സർവിങ് ചെയ്യുന്നത്. അവരുടെ വീട്ടിൽ വായനയാണ്, അവരുടെ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് വായിക്കുന്നത്. പക്ഷെ അവിടെ സർവിങ് ചെയ്യുന്നത് അവർക്ക് പൈസ ഉണ്ട്, ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അപ്പോൾ വയ്ക്കാനും ഉളമ്പാനും ഒക്കെ ആളെ വയ്ക്കാൻ ഒരു പ്രയാസമില്ല. വയ്ക്കാൻ അവർ പിന്നെ വയ്ക്കണില്ല, അത് വേറെ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ടാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ കൊടുക്കൽ തൊട്ടുള്ള സകല കാര്യങ്ങളും, ഇപ്പോൾ പൂജയ്ക്ക് വേണ്ട അത് സംഘടിപ്പിച്ച് തരൽ, അതേപോലെ എല്ലാവർക്കും അന്നദാനം കൊടുക്കൽ, പായ വിരിച്ചു കൊടുക്കൽ, കസേര നേരെ ഇട്ട് കൊടുക്കൽ, ഇങ്ങനെയുള്ളതൊക്കെ അവരാ ചെയ്തിരുന്നു. അവർക്കൊരു മടിയില്ല ആ കാര്യത്തിൽ ചെയ്യാൻ, കോടികളാണ് കയ്യിൽ. അപ്പോൾ ശരിക്കും അവർക്കത് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ എന്നിട്ടും അവരത് ചെയ്യണം. അവിടെ വേറെ പണിക്കാരൊന്നുമില്ല. ഈ വായനക്കാലത്ത് മാത്രമേ പണിക്കാരില്ലാത്തുള്ളൂ. ഇനി പാത്രം പോരാനൊക്കെ ആളുണ്ട്, അത് പുറമേത്തെ ജോലികൾക്കൊക്കെ ആളുണ്ട്. ആ ഇതിൻ്റെ ഉള്ളിൽ ഹാളിൽ അതിൽ വേണ്ട സകലവിധ കാര്യങ്ങളും ഇവരും ഇവരുടെ മക്കളും ഒക്കെയാണ് ചെയ്യുക. എനിക്ക് നല്ല ഒരു വല്ലാത്തൊരു ഈശ്വരാനുഗ്രഹം ലഭിച്ച കുടുംബം എന്ന് അന്ന് തോന്നുന്നുണ്ടായി. ഞാനന്ന് ഭാഗവതം എടുത്തിട്ടില്ല, ഭാഗവതം എടുത്തിട്ടുണ്ട്, വായിക്കും, കുറേശ്ശെ തെറ്റി വായിക്കണം മട്ടാത്രേ ആയിട്ടുള്ളൂ. 10-30 കൊല്ലം മുന്നത്തെ കാര്യമാണ്. പക്ഷെ അത് ഇന്നും ഓർമ്മ വരികയാണ്. ഭാഗവതം എടുത്തിട്ട് ഭാഗവതം പറയാൻ തുടങ്ങിയപ്പോഴാണ് അന്ന് അവരെന്തിനാ അത് ചെയ്യണത് എന്ന് തോന്നിയിട്ടില്ല. അന്നത്തെ വിഷയം അങ്ങനെയാണ്. അത് അന്ന് നമുക്ക് എൻ്റെ ഇല്ലത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ കാരണം അത് തോന്നില്ല, ഇവിടെ എങ്ങനെയാണ് നന്നായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അതിൻ്റെ അവർ ചെയ്ത ആ പുണ്യം ഇങ്ങനെ വേണമെന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് അവർ ചെയ്യണത്, അതാണ്. അപ്പോൾ സ്വാർത്ഥം അവിടെ ഇല്ല. ഏറ്റവും താഴെ നിൽക്കണു എന്ന വിനയഭാവം. ഈ രജോ ഗുണം നമ്മളെ ബാധിക്കരുത്, തമോ ഗുണം നമ്മളെ ബാധിക്കരുത്, പരോപദ്രവം ഒരിക്കലും ചെയ്യരുത്. ഗുണങ്ങളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നിശ്ചലത, ശ്രദ്ധ, വിശ്വാസം, ദേവത്വം അംഗീകരിക്കൽ, ബ്രാഹ്മണ്യം കാത്തു സൂക്ഷിക്കൽ, ഇതൊക്കെ സാത്വിക ഭാവമാണ്. അതേപോലെ എപ്പോഴും ചഞ്ചല മനസ്സ്, അതേപോലെ ഒന്നിലൊരു ഉറച്ചു നിൽക്കാത്ത പ്രവൃത്തികൾ. ഇപ്പോൾ ചെയ്യുമ്പോൾ കുറേ കാലം ഒരു ജോലി എടുത്തു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു ജോലി എടുത്തു, അതൊരു ചഞ്ചലചിത്തതയാണ്. പിന്നെ എപ്പോഴും ഇങ്ങനെ അസ്വസ്ഥമായിട്ടുള്ളൊരവസ്ഥ, ഒരു സ്വപ്നം കാണൽ, ഒരു വേണ്ട രീതിയിലല്ലാതെ കണ്ട് ജീവിക്കുക, അതൊരു രജോ ഗുണം കൊണ്ടാണ്. പിന്നെ വിവേകശൂന്യമായിട്ട് മറവി തൊട്ടുള്ള മറവി രോഗം വന്നതല്ല, വേണ്ടത് ചെയ്യായിക, ഒരു ശ്രദ്ധയില്ലാതെ കണ്ട്
ആലസ്യത്തോട് കൂടിയിട്ട് ഒരു പകലൊക്കെ കിടന്നിങ്ങനെ ഉറങ്ങുക, ഒരു രാക്ഷസഭാവം, ഒരു തമോ ഗുണികൾ, മത്സ്യത്തെ പോലെ, തിര്യജാതികളെ പോലെ, മരങ്ങളെ പോലെ, രാക്ഷസരെ പോലെ, അതൊരു വല്ലാത്ത ഭാവ, വിവേകശൂന്യമായിട്ട്, അതൊരു തമോ ഗുണ. അങ്ങനെ വരാൻ പാടില്ല. ഈശ്വര പൂജ ചെയ്യുന്നത് കടമയായിട്ട് ഈശ്വരപ്രീത്യർത്ഥം എല്ലാവർക്കും ലോകഹിതത്തിന് വേണ്ടിയിട്ട്, പ്രസാദം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്, ലോകാസമസ്ത സുഖിനോ ഭവന്തു, അങ്ങനെ ചെയ്യണം. അതാണ് സാത്വിക ഭാവം. എനിക്ക് നേടാൻ വേണ്ടിയിട്ട്, എൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവാൻ, മക്കളുടെ കല്യാണം നടക്കാൻ, അങ്ങനെ രജോ ഗുണമായിട്ട് ചെയ്യാറുണ്ട്, സ്വന്തം കാര്യം നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അന്യൻ്റേത് മുഴുവൻ ഹരിക്കാൻ വേണ്ടിയിട്ട് ദുർമന്ത്രവാദം ചെയ്യുന്നുണ്ട്. പൂജ, അതും പൂജ തന്നെയാണ്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, അത് തമോ ഗുണമാണ്, അത് ഒരിക്കലും ചെയ്യരുത്. ഇപ്പോൾ പ്രകൃതിയിൽ തന്നെ പെട്ടത്, ഇപ്പോൾ വനം ആണെങ്കിൽ അത് സാത്വികമാണ്, വേദം അത് സാത്വികമാണ്. ഇപ്പോൾ പഞ്ചാര പായസം, അത് നിവേദിച്ച പദാർത്ഥങ്ങൾ, സാത്വികമായിട്ടുള്ള ആഹാരങ്ങളെ കുറേ നമുക്ക് തിരഞ്ഞെടുത്താൽ കിട്ടും. അതേപോലെ ഇപ്പോൾ ഗ്രാമം ആണെന്ന് കൂട്ടുക, അത് സ്വയം രജോ ഗുണമായിട്ടാണ് വരിക. വേദം വിധിച്ച കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും, രുചിപ്രധാനമായിട്ടുള്ള ആഹാരങ്ങളെയൊക്കെ സ്വീകരിക്കുകയും ചെയ്യും, പലതും സമ്പാദിക്കുകയും ചെയ്യും, അതൊക്കെ രജോ ഗുണമായിട്ടാണ് വരിക. അതേപോലെ നമ്മൾ ഈ വലിയ ടൗണുകൾ, അത് പലതും മറ്റേ കച്ചവട കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ കള്ളക്കച്ചവടങ്ങൾ ചെയ്യുന്ന ചൂതുകളി, അങ്ങനെയല്ലേ, അതൊരു വല്ലാത്ത തമോ ഗുണമാണ്, അധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. അതേപോലെ ഇപ്പോൾ നമ്മൾ പല പഴകിയത് ഒരു 6 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ കഴിക്കരുതെന്നാണ് പറയുക. 12 മണിക്കൂറും 24 മണിക്കൂറും ഒക്കെ കഴിഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കണം, അതിനെ കഴിക്കുക, അതൊക്കെ ശരിയല്ല. അതേപോലെ അതിരൂക്ഷമായിട്ടുള്ള എരിയും പുളിയൊക്കെ കഴിക്കുക, അതും ഒരിക്കലും പാടില്ല. ഇപ്പം ക്ഷേത്രങ്ങളിൽ, തീർത്ഥങ്ങളിലൊക്കെ സ്വതവേ ഏറ്റവും സാത്വികമായിട്ടുള്ള വർത്തമാനങ്ങൾ പോലും പാടില്ല, വർത്തമാനമില്ലാത്ത രീതിയിൽ വേണം. അങ്ങനെ സാത്വിക ഭാവത്തെ ഏറ്റവും കൂടുതൽ ഉയർത്തുക. നമ്മളിപ്പോൾ ഇന്ന് സത്യം പറഞ്ഞ ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, വർത്തമാനം ലൗകിക വർത്തമാനങ്ങളായിട്ട് വരണു. അതേപോലെ അവിടെ ചെല്ലുമ്പോൾ ഈ തൊഴാൻ വരുന്ന ഭക്തനും അവിടുത്തെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് കുറ്റം പറയാൻ, ദേവനെ കാണാനോ ഈ പരിവാര പ്രതിഷ്ഠ, അതേപോലെ ദേവനിൽ നിന്നും കിട്ടേണ്ടതായിട്ടുള്ളതിനെ സ്വീകരിക്കലോ, അതൊന്നുമല്ല ലക്ഷ്യം. മറിച്ച് അതിൽ ചില കുറ്റങ്ങൾ കാണുക. മേശാന്തി ചെയ്ത് ശരിയല്ല, അടിച്ചലിക്കാരൻ ചെയ്ത് ശരിയല്ല. അപ്പോൾ അത് ഏറ്റവും മോശം. അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ഭഗവത് പ്രകാരം പറയുന്നത്, ഈ സനകാദി മഹർഷിമാർ വൈകുണ്ഠത്തിലെത്തിയിട്ടും ഇത് എന്നെ തടുക്കുന്ന, ഞങ്ങളെ തടുത്തത് അതൊരു ശരിയല്ലല്ലോ, ആസുരഭാവമല്ലേ, രജോ ഗുണമല്ലേ, തമോ ഗുണമല്ലേ എന്നൊക്കെ ചിന്തിച്ചു. ജയവിജയന്മാർക്ക് 3 ജന്മം വേണ്ടി വന്നു. നമ്മൾ ഈ വൈകുണ്ഠമാണ് ക്ഷേത്രം എന്ന് കണക്കാക്കിയിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ കുറ്റങ്ങളൊക്കെ പറയുമ്പോൾ സനകാദികളെ പോലെ നമ്മൾ ഭക്തന്മാരാണെങ്കിൽ അവിടെ ചെറിയൊരു ന്യൂനത വന്നു വെച്ചാലും ശരി, ചിലപ്പോൾ അത് ശാപമായിട്ട് മാറും. അത് അവരെ മാത്രമല്ല നമ്മളെയും ബാധിക്കും. കാരണം അവർ പ്രഹ്ലാദനായിട്ടും വിഭീഷണനായിട്ടും വന്നു. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ നൈവേദ്യങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നതൊക്കെ നിവേദ്യമാണ്. നമ്മൾ ശുദ്ധമായിട്ട് കുളിച്ച് ഏറ്റവും പുത്തനുടുപ്പ് വെച്ചാൽ അലക്കി വൃത്തിയായിട്ടുള്ളത് മതി. അതേപോലെ അകത്തേക്ക് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക്, കുടുംബമായിട്ട് പോകാൻ വിരോധം ഉണ്ടായിട്ടല്ല, കൂട്ടുകാരായിട്ട് ഘോഷം ആയിട്ട് വേണ്ടാന്ന്. ഒറ്റയ്ക്കാണ് പോകേണ്ടത്, ജീവൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറ്റങ്ങളും കുറവുകളും കാണരുത്. പ്രധാന ദേവനെ ആദ്യം ചെന്ന് തൊഴുത് നമസ്കരിച്ച് അങ്ങനെയൊക്കെ വേണം. എല്ലാ ദേവന്മാർക്കും ഒരേപോലെ, ഉപദേവന്മാർ, പാർഷദന്മാർ, മറ്റ് ദേവതകളൊക്കെ ഉണ്ടല്ലോ, പരിവാരങ്ങളൊക്കെ, പരിവാരം എന്നതിന് പറയാം. അവർക്കൊക്കെ സമർപ്പിക്കേണ്ടതൊക്കെ സമർപ്പിച്ച് ഭഗവാന്റെ നാമത്തെ ജപിച്ചുകൊണ്ട്
അടിപ്രദക്ഷിണായാലും വിരോധമില്ല. അതേപോലെ ഇരുന്ന് നാമം ജപിക്കായാലും വിരോധമില്ല. കുറച്ച് അവിടെ നേരം ഇരുന്ന് പുരാണം ജപിക്കായാലും വിരോധമില്ല. അതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യണം എന്നതാണ്. എന്തെങ്കിലുമൊക്കെ സമർപ്പിച്ചുകൊണ്ട് വൈകുണ്ഠമാണ് ക്ഷേത്രം എന്ന് കണക്കാക്കിക്കൊണ്ട് അവിടേക്ക് ചെല്ലണം. അങ്ങനെ നമ്മിലുള്ള ഈ ത്രിഗുണങ്ങളെ മറികടക്കാൻ ക്ഷേത്രത്തിൽ പോയിട്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഈ സ്വസ്ഥത നമുക്ക് കിട്ടണം. അത് നമ്മളായിട്ട് ഉണ്ടാക്കണം. അതില്ലെങ്കിൽ പിന്നെ ആ ക്ഷേത്രത്തിൽ പോയിട്ട് കാര്യമുണ്ടോ നിശ്ചലം. ആ ദേവനെ നമ്മൾ വീട്ടിലിരുന്നിട്ട് സ്മരിച്ചാൽ മതി, എന്നാലും കുഴപ്പമില്ല. എന്നാൽ അന്യന്മാർക്ക് ഉപദ്രവം ഉണ്ടാവില്ല. ത്രിഗുണങ്ങളെ മറികടക്കാനാവണം നമ്മുടെ ഈ പ്രവർത്തനം. രജോ ഗുണം തമോ ഗുണം നശിപ്പിക്കണം. അത് വിട്ടുകഴിഞ്ഞാൽ മുക്തിയാണ്. അതുകൊണ്ടാണ് അതിന് ഞാൻ ജീവാത്മാവാണ്, ഭഗവത് അംശമാണ് എന്നുള്ളത് ഉറപ്പിക്കണം. നമ്മൾ ഒരു ആത്മാനുഭൂതി അനുഭവിക്കാൻ സാധിക്കണം. മുമുക്ഷുവായിട്ട് കഴിയണം. വൈരാഗ്യത്തെ വളർത്തണം. മനസ്സിനെ അന്തർമുഖമാക്കണം. എല്ലാറ്റിലും ഈശ്വരനെ കാണണം. നമുക്ക് കിട്ടുന്നത് മുഴുവൻ ഭഗവത് പ്രസാദമായിട്ട് കണക്കാക്കാൻ സാധിക്കണം. ഗുണദോഷ ചിന്ത വിടണം. ഭക്തനായിട്ട് മുക്തനാവുക. അപ്പം അതിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ രാജാക്കന്മാർ അവരുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ശിക്ഷാവിധികളെ നടപ്പാക്കണം. കരം പിരിക്കണം. അത് രാജാക്കന്മാരുടെ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ രാജാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകർത്താക്കൾ. അപ്പോൾ പിരിവ് വന്നുകൊണ്ടേയിരിക്കണം ക്ഷേത്രത്തിൽ, എന്നാലേ ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പ് നടക്കുള്ളൂ. അതിൽ ഇന്നലെ മിനിയാന്നൊക്കെ ഞാൻ പറഞ്ഞു, ക്ഷേത്ര നടത്തിപ്പിന് വേണ്ട പിരിവൊക്കെ അവരെടുക്കും. മേശാന്തിക്ക് ശമ്പളം, ക്ലർക്കിന് ശമ്പളം, അടിച്ചലിക്കാരന്, പിന്നെ കഴകക്കാരന്, പിന്നെ അരിയും പഞ്ചാരിയും ശർക്കരയും പാലും ഒക്കെ വാങ്ങാനുള്ള ചിലവ്, പിന്നെ കറണ്ട് ചാർജ്, അതിനൊക്കെ പറഞ്ഞപ്പോൾ വിഷമ പറയണില്ല. ഏതായാലും ഇതിനൊക്കെ കാണും. പക്ഷേ നാമജപക്കാർക്ക് ചായ കാപ്പിയോ ഊണൊന്നുമില്ല. അവിടെ വരുന്ന ഭക്തന്മാർക്ക് വേണ്ട സൗകര്യങ്ങളെ ഉണ്ടാക്കി കൊടുക്കൽ അത് ഈ ഭരണകർത്താക്കളുടെ ഒരു ചുമതലയാണ്. നിർബന്ധമായിട്ടും വായനയുടെ നമ്മൾ മഹാത്മ്യത്തിൽ പറയും, ഇരിക്കാനുള്ള സൗകര്യം, കിടക്കാനുള്ള സൗകര്യം, താമസിക്കാനുള്ള സൗകര്യം, ആഹാരത്തിനുള്ള സൗകര്യം ഒക്കെ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അത് ഈ ക്ഷേത്ര ദർശനം അത് അങ്ങനെ തന്നെ കണക്കാക്കുന്നുണ്ട്. അത് അവിടെ എന്താ സൗകര്യം വേണ്ട വെച്ചാൽ അത് ചെയ്തു കൊടുക്കണം എന്നാ പറഞ്ഞതിൻ്റെ സാരേ. അപ്പം അതുകൊണ്ട് അത് ഇതിൽ ഉൾപ്പെടുത്തണം. അതേപോലെ ദേവന്മാരിൽ നിന്നും ബ്രാഹ്മണരിൽ നിന്നും ദേവഭൂമിക്കൊന്നും ടാക്സ് പാടില്ല. ബ്രാഹ്മണ ഭൂമിക്ക് ടാക്സ് പാടില്ല. ടാക്സ് പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ നിയമം മറ്റൊരു തരത്തിലാണല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ വിഷമമാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ അതൊക്കെ ഒരു വിഷയമാണ്. നമ്മൾ എല്ലാം ബിസിനസ്സായിട്ട് കണ്ടിട്ട് കാര്യമില്ല. ചിലത് സമർപ്പണമായിട്ട് കാണണം. അപ്പോൾ ആ സമർപ്പണം എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഓരോരുത്തരും അവനവനെ സമർപ്പിക്കുക, അത്രേ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതാത് കാലത്തിനനുസരിച്ച് പെരുമാറിക്കൊള്ളുക. മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാവുന്ന രീതിയിൽ ചിന്തിക്കണ്ട, പ്രവർത്തിക്കണ്ട, പറയണ്ട, അത്രയേ ഉള്ളൂ. അപ്പം ഇതിൽ രാജാവിൻ്റെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യത്തെ സമർത്ഥിക്കുന്നത്. രാജാവ് എന്നുള്ളത് പുരൂരവസാണ്. 26-ാമത്തെ അധ്യായത്തിൽ അയിളഗീതം ആണ് പറയണത്. അപ്പോൾ എല്ലാവരും സുഖത്തിന് വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. വൈരാഗ്യം അനുഭവിച്ച് ഈ ദുരിതത്തെ മുഴുവൻ ഒഴിവാക്കാൻ സാധിക്കും എന്ന് ഭിക്ഷു നമുക്ക് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ മറ്റൊരു കഥയാണ് ഈ പുരൂരവസ്ഥൻ്റെ കഥ. അപ്പോൾ ഭഗവാൻ ഉദ്ധവനോട് പറയാണ്, പുരൂരവസ്ഥ ബുധൻ്റെയും ഇളയുടെയും മകൻ അയിളൻ എന്ന പേര്. ആ ഇളയിൽ നിന്നും ഉണ്ടായതായിട്ട് ഈ അയിളൻ പറഞ്ഞ ആ പാട്ടിന് അയിളഗീത എന്ന് പേര്, ആ കഥയ്ക്ക് അയിളഗീത. അപ്പോൾ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ വിശേഷ ബുദ്ധിയുള്ള മനീഷയുള്ള മനുഷ്യന് മാത്രമേ സാധിക്കൂ. കരുതി കൂട്ടിയിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോഴാണ് ഈ സഞ്ചിത പാപങ്ങളെയൊക്കെ തീർക്കാൻ സാധിക്കുള്ളൂ. അതാണ് ഭാഗവത ധർമ്മത്തെ പാലിച്ച് സച്ചിദാനന്ദത്തെ നേടാൻ സാധിക്കും. ചിത്തവൃത്തി നിരോധം കൊണ്ട് ഈ ജീവനെ മുക്തനാക്കാൻ സാധിക്കും. ജ്ഞാനിയായിട്ടുള്ള ദുഷ്ടൻ ആണ് എങ്കിൽ അയാളുമായിട്ട് സംഘം വേണ്ട.
ഒരു ജ്ഞാനവുമില്ലാത്ത സാധാരണക്കാരനാണ് അദ്ദേഹം, ഭക്തനാണെങ്കിൽ അദ്ദേഹവുമായിട്ട് ബന്ധം ഉണ്ടാവാം, വിരോധമില്ല. അതല്ലെങ്കിൽ അന്ധൻ നയിച്ച് പൊട്ടക്കിണറ്റിൽ കൊണ്ട് ചാടിക്കുന്ന പോലെയാവും. അതുകൊണ്ട് അത് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഈ പുരൂരവസൻ്റെ കഥ എന്ന് പറയാം. ഉർവശി പുരൂരവസനെ ഭർത്താവായിട്ട് സ്വീകരിച്ച് 59 കൊല്ലം ഇവിടെ ജീവിച്ചു, മിത്രാവരണന്മാരുടെ ഒരു ശാപം കാരണം കൊണ്ട്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ശാപം ആവാം, ശാപം ഇന്നാളുടെ എന്നൊന്നും അത് പേര് മാറിച്ചാലും ഇത്രേ വരാള്ളൂ. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു, ഐളോപാഖ്യാനത്തിൽ അത് പറഞ്ഞത്. ഇങ്ങനെ ഇവിടെ സുഖമായിട്ട് ജീവിച്ചു. 59 കൊല്ലം കഴിഞ്ഞു. ഇന്ദ്രന് ഉർവശിയെ വേണമെന്ന് മോഹമായി. ഗന്ധർവന്മാരെ ഇവിടെ വിട്ടു. ഉർവശി പറഞ്ഞ 3 ഡിമാൻഡ് ഉണ്ട്. 2 ആടുകളെ സൂക്ഷിക്കണം, അതേപോലെ നഗ്നത കാണുന്നത് രാത്രി മാത്രമേ, മൈഥുന സമയത്ത് മാത്രമേ പാടൂ, ആഹാരം നെയ്യ് മാത്രമേ കഴിക്കൂ. ഇത് അംഗീകരിച്ച കല്യാണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ കല്യാണം കഴിച്ചു. 59 കൊല്ലം കഴിഞ്ഞു. ഈ ഗന്ധർവന്മാരെ ഇട്ടിട്ട് ഇന്ദ്രൻ ഉർവശിയെ കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്തു. ആടിനെ കട്ടു. രാത്രി ആ സമയത്ത് മിന്നലുണ്ടായി. ഈ ആടിനെ കട്ടപ്പോൾ ആട് നിലവിളിച്ചു. ഉർവശി പറഞ്ഞു, എൻ്റെ ആടുകളെ കട്ടുകൊണ്ടുപോയി, അതുകൊണ്ട് അതിനെ കൂട്ടിക്കൊണ്ടുവരൂ. നപുംസകം രക്ഷിച്ചു കൊണ്ടുവരൂ, കൂട്ടിക്കൊണ്ടുവരല്ല, രക്ഷിച്ചു കൊണ്ടുവരൂ. ഈ പെണ്ണിൻ്റെ അടുത്ത് കിടക്കണ നപുംസകാണ്, ആണും പെണ്ണും കെട്ടവനെ എന്നെല്ലാം രാജാവിനെ കഴിവ് കെട്ടവനെ എന്ന് വിളിച്ചപ്പോൾ രാജാവിന് കുറച്ചൊരു വിഷമായി. പുരൂരവസന് വേഗം ഓടിയപ്പോൾ വസ്ത്രം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ദേവന്മാർ ഗന്ധർവ അവരെ മറ്റേ ഇടിമിന്നലുണ്ടാക്കി. അപ്പോൾ നഗ്നത കണ്ടു, അത് തെറ്റായിപ്പോയി. പിന്നെ ഈ ആട്ടുകുട്ടികളെ രക്ഷിക്കാൻ സാധിച്ചില്ല. അപ്പോൾ 2 തെറ്റ് സംഭവിച്ചു. അതുകൊണ്ട് അവർ തമ്മിലുള്ള കരാർ അവസാനിച്ചു. ഉർവശി പോയി. ഉർവശി പോണ സമയത്ത് ശരിക്കും കരഞ്ഞു, പൂവരുതേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ സാധാരണ ഒരു ആഗ്രഹം സാധിച്ചില്ല വെച്ചാൽ ശുണ്ഠി വരും. അപ്പോൾ ദുഷ്ടേ ക്രൂരെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്തയും പറഞ്ഞു. അപ്പോൾ ഉർവശിയോട് ഈ താല്പര്യം ഉണ്ടെന്നുള്ള ഉർവശിക്ക് മനസ്സിലായിട്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പുരൂരവസ് കടമകൾ മറന്നു, രാജ്യം ഭരിക്കാൻ പോലും മറന്നു, ഈ സന്ധ്യ മറന്നു, ഉദയാസ്തമനം മറന്നു, പെണ്ണിൻ്റെ അടിമയായിട്ടാണ് കഴിഞ്ഞത്. ഉർവശി ഇത്രയും കൂടുതൽ അതിനെ അപമാനിച്ചിട്ടും എല്ലാ വിദ്യകളും നഷ്ടമായി, സത്യം പറഞ്ഞാലേ. അപ്പോൾ ഈ സ്ത്രീയുമായിട്ട് സുഖിക്കലാണ് സ്വർഗം എന്ന് തെറ്റിദ്ധരിച്ചു ആ പുരൂരവസ്. പുരൂരവസന് ഉർവശി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പലതും ഓർമ്മ വന്നു, ജ്ഞാനം കിട്ടി. തന്നെ ഈ സ്ത്രീയിലുള്ള കാമമാണ് ചതിച്ചത്, ഉർവശിയല്ല ചതിച്ചത്, സ്ത്രീയിലുള്ള ആഗ്രഹമാണ് ചതിച്ചത് എന്ന് മനസ്സിലായി. സ്ത്രീ എന്നുള്ളത് തീയാണ്, പുരുഷൻ എന്നുള്ളത് നെയ്യാണ്. രണ്ടും അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉരുകും, അത് നശിക്കും. അപ്പോൾ പുരുഷനാണ് നശിക്കുക, സ്ത്രീയല്ല. ഭഗവാന് മാത്രമേ ഇതിൽ നിന്നും മോചനം തരാൻ സാധിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഉർവശി ഈ പുരൂരവസനോട് പറഞ്ഞു, എന്നെ ഇനി അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെച്ചാൽ ഗന്ധർവന്മാരോട് പറഞ്ഞോളൂ, അവരെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ എന്നിൽ എത്താനുള്ള ആ ഉപായത്തെ പറഞ്ഞു തരും. ഭഗവാന് മാത്രമേ ഈ കാമത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഉർവശി പറയാണ്, സ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കരുത് കേട്ടോ പുരൂരവസെ. അപ്പോൾ ദേവഭാവത്തിലെത്തി. ചെന്നായ്ക്കളെ പോലെയാണ് അവരുടെ ഹൃദയം. സ്ത്രീകൾക്ക് കാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ തിന്നും, അത്ര ക്രൂരയാണ്. ചെറിയ തെറ്റ് പോലും ക്ഷമിക്കില്ല. സാഹസികത വളരെ കൂടും സ്ത്രീകൾക്ക്. കൊല്ലും, കാപട്യമേ കാണിക്കൂ. പുതിയ പുതിയ പുരുഷന്മാരെ തേടി തേടി പോവും. അതാണ് സ്ത്രീ. ഞാൻ അന്ധനായിരുന്നു, ചികിടനായിരുന്നു, സ്ത്രീക്ക് അടിമയായിരുന്നു. ചെയ്ത തെറ്റിനെ ഓരോന്നായിട്ട് പുരൂരവസ ഓർത്തു. തെറ്റ് ചെയ്തത് ഉർവശിയല്ല, എൻ്റെ ആഗ്രഹം കൊണ്ട്, എൻ്റെ ഈ കാമം നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട്, അതാണ് തെറ്റായിട്ട് വന്നത്. അപ്പോൾ തെറ്റുകാരൻ ഞാനാണ്. സാധാരണഗതിയിൽ ഒരു യാത്രക്കാരൻ നടന്നു പോകുമ്പോൾ ഒരു കല്ലിൽ തട്ടി തടഞ്ഞ് താഴെ വീണു എന്ന് കൂട്ടുക. ഈ കല്ലാണോ തെറ്റുകാരൻ, അതോ നോക്കി നടക്കേണ്ട
ഉത്തരവാദിത്തമുള്ള ഈ ആളാണ് തെറ്റുകാരൻ. അപ്പോൾ തെറ്റുകാരൻ സ്വതേക്കല്ലല്ല. എന്ന കൂട്ടത്തിൽ എനിക്കാണ് അബദ്ധം പറ്റിയത്. ഞാൻ ഈ ശരീരത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉർവശിയെ ആശ്രയിച്ചു. അപ്പോൾ ഈ ശരീരത്തിലുള്ള ശരിക്കുള്ള അവകാശി ആരാ? ഇത് അച്ഛൻ്റെ ശരീരമാണോ? അച്ഛൻ അവകാശപ്പെട്ടതാണോ? മകൻ അവകാശപ്പെട്ടതാണോ? ഭാര്യയ്ക്കാണോ? സഹോദരിക്കാണോ? നായ്ക്കൾക്കാണോ? അഗ്നിക്കാണോ? കൃമിക്കാണോ? അതോ ഈ സത്യം പറഞ്ഞത് ആർക്കാന്ന് വെച്ചില്ല. കാരണം ഇത് ഓരോരുത്തരും ഓരോ ഭാവത്തിൽ എടുക്കുന്നുണ്ട്. മകൻ അച്ഛനായിട്ട് എടുക്കണോ, ഭാര്യ ഭർത്താവായിട്ട് എടുക്കണോ, ചത്തു കഴിഞ്ഞാൽ അത് തിന്നാനായിട്ട് മത്സ്യമായാലും ശരി കഴുകനായാലും ശരി തിന്നണു, അഗ്നിയിലിട്ടാൽ വെണ്ണീറായിട്ട് മാറും. അത്രയേ ഉള്ളൂ. ഈ സപ്തധാതുക്കൾ ചേർന്ന ശരീരം തൊലിയും മറ്റേതെല്ലാം കൂടിയിട്ട് പൊതിഞ്ഞപ്പോൾ ഒരു സൗന്ദര്യമൊക്കെ ഉണ്ടെന്ന് തോന്നുക. അത്രയേ ഉള്ളൂ. ത്വക് ചർമ്മ മാംസ രുധിര മേധോ മജ്ജ അസ്ഥി ധാതവ. പുറത്തേക്ക് പോകുന്ന മലമൂത്ര പീള വിയർപ്പ് കഫം ചോര വപ ഒന്നും പറയണ്ട. അത് മുഴുവൻ ദുർഗന്ധ. ഈ ശരീരത്തിൻ്റെ അതിനോട് കൂടിയിട്ട് നിൽക്കുന്നതായിട്ടുള്ള മനസ്സും ബുദ്ധിയും അഹങ്കാരവും അത് ത്രിഗുണ വിഷയം ചിന്തിച്ചുകൊണ്ട് ത്രിഗുണപരമായിക്കട്ടെ, അല്ലെങ്കിൽ സാത്വികം പോട്ടെ, രജോ ഗുണം തമോ ഗുണം കൊണ്ട് അതിൽ അനവധി ചീത്തകൾ പലതും മാറി 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 അത് വേണം ഇത് വേണം, എന്നിട്ടോ അതൊക്കെ ദോഷമായിട്ട് വരും. അങ്ങനെ ഒന്നാണ് ഈ സ്ത്രീയിലുള്ള മോഹം. ഇതെനിക്ക് പറ്റിപ്പോയി. പുരൂരവസ്ഥ സ്വയം ചിന്തിക്കുക. അപ്പോൾ ഇതിന്ന് രക്ഷപ്പെടാൻ എന്താ വേണ്ടത്? ആത്മതത്വം, ആത്മബോധത്തിലെത്തുക. അതാണ് വേണ്ടത്. അത് മനസ്സിലായി. നല്ല ജ്ഞാനമുണ്ട് പുരൂരവസ്ഥനെ. കാരണം ബുധൻ്റെ മകനല്ലേ. ബുധൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപനാണ്, വിദ്യയ്ക്ക് വിദ്യാകാരകനാണ്. അദ്ദേഹത്തിന് നല്ലോണം അറിയാം. കുറച്ച് കാലം ചിന്തിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ദുസ്സംഗത്തെ ഉപേക്ഷിക്കണം. ഇത് ദുസ്സംഗമാണോ സത്സംഗമാണോ എന്ന് അറിയാത്തത് കൊണ്ട് പറ്റിയ അവധ. ദുസ്സംഗം കൊണ്ട് ദുഷ്ടതയല്ലേ വരിക. ഞാൻ ദുഷ്ടത ചെയ്തു. എന്താ ദുഷ്ടത ചെയ്തത്? ഈശ്വരനെ മറന്നു. തേവാറുണ്ടായില്ല. ഒന്നും ചിന്തിച്ചില്ല. ധാരാളം സമ്പാദിച്ചു. നിഷ്കിഞ്ചന നിസ്പൃഹ ശാന്ത നിസ്സംഗ സമദർശി ജ്ഞാനി ദ്വന്ദ്വം കടന്ന ഭാവം, വിഷയം വിട്ട ഭാവം, സജ്ജനമായിട്ട് തീരുക, ഭക്തരാവുക, നവതാഭക്തി ശീലിക്കുക, പരബ്രഹ്മത്തിലേക്ക് എത്തണമെന്നുള്ള ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് ജീവിക്കുക. ഇങ്ങനെയുള്ള ഭാഗവത തത്വത്തെ മുഴുവൻ സ്വയമേവ ആലോചിച്ചു ചിന്തിച്ചു ഒക്കെ മനസ്സിലായി. ഇനി ഞാൻ അതുപോലെ ചെയ്യും എന്ന് ഉറപ്പിച്ചു. അഗ്നിയുടെ ഒരു ഭാവത്തെ ചിന്തിച്ചു. ഇരുട്ട് ഇല്ലാണ്ടേക്കും, തണുപ്പ് ഇല്ലാണ്ടേക്കും, ഭയം ഇല്ലാണ്ടേക്കും. കാരണം വെളിച്ചം തരും. അതേപോലെ തന്നെയാണ് സജ്ജനങ്ങൾ. ദുഃഖത്തെ നശിപ്പിക്കും, സംസരിക്കണ്ട എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കും, ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരും, ഭഗവാങ്കൽ എത്തിക്കും. അപ്പോൾ ഹോമാദികൾ, അതാണ് അഗ്നിയെ പറയാനുള്ള കാരണം. സജ്ജനം ഗുരു, അനുഗ്രഹം ഭഗവാൻ, ഇത് മൂന്നും മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഉപവാസാദി ത്രികാണ്ഡ വിഷയാഹ വേദ, ഈ മൂന്നും നല്ലോണം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ സാധാരണ ദേഹത്തിന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് എന്താ? ആഹാരാദികളാണ്. അപ്പോൾ അവിടെ ഈശ്വരനാണ് ഈ ആഹാരം, അന്നം എന്നുള്ളത്. ഭക്തന് ഭഗവാനില്ലാതെ കണ്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവിടെ ഭഗവാനാണ് ആ ഈശ്വരൻ. കാരണം ഈ ഭക്തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ. അതേപോലെ ആത്മജ്ഞാനിയുമായിട്ടൊരു സംഘം കിട്ടിക്കഴിഞ്ഞാൽ ആ ജീവൻ രക്ഷപ്പെടുക. സത്സംഗത്തിൻ്റെ മഹാത്മ്യം. പകലിൻ്റെ അധിഷ്ഠാന ദേവത സൂര്യനാ, രാത്രി ചന്ദ്രനാ. അതേപോലെ ഹോമം ചെയ്യുന്ന ഈ ഹോതാക്കൾക്ക് അഗ്നിയാണ്, ശിഷ്യന് ഗുരുവാണ്, ഭാര്യയ്ക്ക് ഭർത്താവാണ്. ഇങ്ങനെ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നതിനെ കുറിച്ച് ക്രമേണയായിട്ട് ചിന്തിച്ചു. ഒരുപാടുണ്ട് രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത്. അവരാണ് സംസാരം കടത്തുക. കാരണം ഇതൊക്കെ സംസാര കാരണങ്ങളാണ്. ആ സംസാരത്തെ കടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ആശ്രയിക്കേണ്ടത്. പുരൂരവസ് പറയാണ്, 2 കാര്യങ്ങൾ വളരെ മനസ്സിരുത്തിയാൽ, കാമിനി, കാഞ്ചനം സ്വർണം, കാമിനി അല്ലെങ്കിൽ സ്ത്രീയും സ്വർണ്ണയാണ് ഉദ്ദേശിച്ചത്.
അത് ധനം സ്വർണം എന്നുള്ളതാണ് വെച്ച് കണക്കാക്കിയാൽ മതി. സ്ത്രീ എന്നുള്ളത് ഒന്ന്, ധനം എന്നുള്ളത് മറ്റൊന്ന്, അതേപോലെ ആഹാരം എന്നുള്ളത് വേറൊന്ന്, അധികാരമോഹം എന്നുള്ളത് വേറൊന്ന്, പിന്നെ ഈ യശസ് എന്നുള്ളത് വേറൊന്ന്. ഇങ്ങനെ നമ്മളിവിടെ കൊടുക്കുന്നതായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അത് നല്ലോണം മനസ്സിലാക്കണം. വളരെ മനസ്സിരുത്തിയാൽ നിന്നൊക്കെ രക്ഷപ്പെടും ചെയ്യാം. ഉദാഹരണമായിട്ട് എത്രയോ ഭക്തന്മാരുടെ കഥകളുണ്ടേനി. അധികാരം ഉപേക്ഷിച്ചത് അംബരീഷനെ പോലെ. അങ്ങനെ രാജാക്കന്മാർ കുറേ ഉണ്ട്, ധാരാളം രാജാക്കന്മാരുണ്ട്. ധനത്തിൽ ആഗ്രഹമില്ല, സ്ത്രീയിൽ ആഗ്രഹമില്ല, ഭഗവാനിൽ ആഗ്രഹമുണ്ട്. ശ്രീ ശുകബ്രഹ്മർഷി വലിയൊരു ഉദാഹരണം. അങ്ങനെ ഓരോന്നും നമ്മളൊന്നിങ്ങനെ സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കും ആ ഭാവത്തിലേക്ക് എത്താൻ സാധിക്കും. അത് ഇവിടെയുള്ള കടമകളും കർത്തവ്യങ്ങളും ഒക്കെ ചെയ്തും കൊണ്ട് തന്നെ സാധിക്കും എന്നുള്ളതാണ്. ഭർത്താവായിട്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെതായിട്ടുള്ള കടമകളൊക്കെ ചെയ്യണം. അച്ഛനായിട്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ കടമകൾ ചെയ്യണം. ഭാര്യയായിട്ടായിരിക്കണം വെച്ചാൽ ഭാര്യയുടെ കടമകൾ ചെയ്യണം. അപ്പം അതിൽ ഏതാ മീത ഏതാ താഴെ എന്ന് ചിന്തിക്കണ്ട. നിങ്ങൾക്കെന്താ കിണ്ണം മോറിയാൽ, നിങ്ങൾക്കെന്താ ചോറ് വെച്ചാൽ എന്ന് ഭാര്യ ഭർത്താവിനോട് ചോദിക്കുമ്പോൾ അതിൽ കാര്യമില്ല. അതൊക്കെ ഒരു കോംപ്ലക്സാണ്. ആ കോംപ്ലക്സിനെ ഒഴിവാക്കണം. ഒരു നാട്ടു നടപ്പിനനുസരിച്ച് സാമാന്യേന ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല വെച്ചാൽ ഭർത്താവ് വെച്ചുണ്ടാക്കിയോണ്ടോ പാത്രം മോരുണ്ടോ കുഴപ്പമില്ല. ഇനി അത്രയേ ഉള്ളൂ. അത് ന്യൂട്രലായിട്ട് ചിന്തിക്കണം. അപ്പോഴേ ശരിക്കും യഥാർത്ഥത്തിലുള്ള ഭക്തിഭാവത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇങ്ങനെ ഈ കാഞ്ചനവും കാമിനിയെയും ഒഴിവാക്കണം എന്ന് ഐളഗീതയിൽ പുരൂരവസ് എല്ലാവരോടുമായിട്ട് പറഞ്ഞു. നമ്മൾ ഒന്നിനും ആസക്തരാവരുത് എന്നുള്ളത് ഉറപ്പിച്ചു. ഇപ്പോൾ ഒരു 4-5 അധ്യായങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയങ്ങളെയാണ് വൈരാഗ്യം വരാൻ വേണ്ടിയിട്ട് കഥകളിലൂടെ ഉപദേശങ്ങളിലൂടെ പറഞ്ഞത്. ഭിക്ഷു ആയാലും അയളനായാലും ഓരോരുത്തരും ഭീഷ്മരായാലും ഒക്കെ പറഞ്ഞു തന്നത് അതാണ്. ഇങ്ങനെ അവർ പറഞ്ഞു. ദത്താത്രേയൻ 24 ഗുരുക്കന്മാരല്ലേ പറഞ്ഞത്. അർജുനൻ ഗീത കേട്ടത് കൃഷ്ണനിൽ നിന്നല്ലേ. യുധിഷ്ഠിരൻ ഈ സനാതന ധർമ്മങ്ങളെക്കുറിച്ച് കേട്ടത് ഭീഷ്മരിൽ നിന്നല്ലേ. അതേപോലെ പുരൂരവസ് പറഞ്ഞതും അതേപോലെ വേശ്യ എന്ന പിങ്കള പറഞ്ഞതും ഒക്കെ നമ്മൾ കേട്ടു. നമ്മെ ശുദ്ധമാക്കാൻ, നമുക്ക് എന്തിലാണോ നമുക്ക് വീക്ക്നെസ് ഉള്ളത് അതിനെ അറിഞ്ഞ് സ്വയം വിശകലനം ചെയ്ത് അതിൽ നിന്നും മറികടക്കാനായിട്ട് ഈ ഏകാദശ സ്കന്ധം നല്ലോണം ഒന്ന് കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളെ ബാധിക്കുന്നുണ്ട്, ഇതിൽ നിന്ന് ഒഴിവാവാൻ ഇതാണ് സൂത്രം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അത് ചിന്തിക്കുമാറാകട്ടെ, ചിന്തിക്കാൻ ഭഗവാൻ പ്രേരിപ്പിക്കുമാറാകട്ടെ. എന്നിട്ട് ഈ കടമയും കർത്തവ്യം ഒക്കെ ചെയ്യണം കേട്ടോ. അത് ചെയ്തില്ല വെച്ചാൽ പ്രാരബ്ധം തീരില്ല. പ്രാരബ്ധം തീർത്തുകൊണ്ട് ഈ ഭാവത്തിൽ സാത്വിക ശുദ്ധ സത്വത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. സദാസമയത്തും നാമം ജപിക്കുക, ദാനാദികളെ ചെയ്യുക, സ്വസ്ഥനാവുക. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇപ്പം നമ്മൾ 26-ാമത്തെ അധ്യായം കൂടി പറഞ്ഞു. ഇനി 27-ാമത്തെ അധ്യായം എന്നുള്ളത് പൂജാവിധി തൊട്ടുള്ളതാണ്. അത് നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ നാരായണ.